ജൂൺ 24 ഫുട്ബോൾ ലോകം ഇന്ന് ഒരു വിസ്മയത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഫുട്ബോൾ മൈതാനങ്ങളിൽ അത്ഭുതങ്ങൾ സാധാരണയല്ല. എന്നാൽ പന്ത് കാലിൽ കിട്ടിയാൽ ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കാൻ കഴിയുന്ന ഒരു പ്രതിഭയുണ്ട്. അർജന്റീനയുടെ സ്വന്തം 10ാം നമ്പറുകാരൻ ലിയണൽ ആൻഡ്രേസ് മെസ്സി. ഫുട്ബോൾ ലോകത്തിന്റെ മിശിഹായ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. പട്ടിണിയിൽ നിന്നും ലോകത്തോടുള്ള പോരാട്ടത്തിൽ നിന്നും തുടങ്ങി ഇന്ന് ഫുട്ബോളിന്റെ ലോകകിരീടം വരെ ചൂടി നിൽക്കുന്ന മെസ്സിയുടെ കഥ വെറുമൊരു കരിയർ ഹിസ്റ്ററിയല്ല, അതൊരു അതിജീവനത്തിന്റെ ഇതിഹാസമാണ്. 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിലാണ് മെസ്സിയുടെ ജനനം. കുട്ടിക്കാലം മുതലേ പന്തിനോടായിരുന്നു മെസ്സിക്ക് പ്രണയം. എന്നാൽ 11ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിനെ ഒരു മാരക രോഗം പിടികൂടി. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി, അതായത് ശരീര വളർച്ചയെ ബാധിക്കുന്ന രോഗം. ചികിത്സക്കുള്ള വലിയ തുക കണ്ടെത്താൻ ആ ദരിദ്ര കുടുംബത്തിന് കഴിയുമായിരുന്നില്ല. ഇനി ഇവന് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല എന്ന് പലരും വിധിയെഴുതി. എന്നാൽ വിധിയെ തോൽപ്പിക്കാൻ ഉറച്ച തന്നെയായിരുന്നു ആ കുഞ്ഞിന്റെ ജനനം. ആ സമയം മെസ്സിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണ അദ്ദേഹത്തിന്റെ ചികിത്സാച്ചെലവ് ഏറ്റെടുത്തു. അങ്ങനെ 13ാം വയസ്സിൽ മെസ്സി സ്പെയിനിലേക്ക് വണ്ടി കയറി. ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയായ ലാ മാസിയയിൽ മെസ്സി വളർന്നു. പിന്നീട് ക്യാമ്പ് നൗവിൽ ആ ഇടങ്കാൽ കൊണ്ട് മെസ്സി തീർത്തത് ചരിത്രമായിരുന്നു. ബാഴ്സലോണയ്ക്കായി 10 ലാലിഗ കിരീടങ്ങളും 4 ചാമ്പ്യൻസ് ലീഗും അടക്കം നിരവധി ട്രോഫികൾ. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം 8 തവണയാണ് മെസ്സി സ്വന്തമാക്കിയത്. ക്ലബ്ബ് ഫുട്ബോളിൽ എല്ലാം നേടിയെങ്കിലും സ്വന്തം രാജ്യമായ അർജന്റീനക്കൊപ്പം ഒരു വലിയ കിരീടം നേടാൻ കഴിയാത്തത് മെസ്സിയെ ഒരുപാട് വേട്ടയാടി. ഫൈനലുകളിലെ തുടർച്ചയായ പരാജയങ്ങൾ കാരണം ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം വിരമിക്കൽ പോലും പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ അദ്ദേഹത്തെ വിമർശിച്ചു, തളർത്താൻ നോക്കി. പക്ഷേ ആ വീഴ്ച ഒരു തളർച്ചയായിരുന്നില്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിനുള്ള ഒരുക്കമായിരുന്നു. 2021 ബ്രസീലിന്റെ മണ്ണിൽ കോപ്പ അമേരിക്ക കിരീടമുയർത്തിക്കൊണ്ട് തുടങ്ങിയ ആ ചൈത്രയാത്ര 2022 ഖത്തർ ലോകകപ്പിൽ ലോകത്തിന്റെ നെറുകയിലെത്തി. ഫ്രാൻസിനെതിരെയുള്ള ആ ആവേശ പോരാട്ടത്തിനൊടുവിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ നെഞ്ചിലേക്ക് മെസ്സി ആ സുവർണ ലോക കിരീടത്തിൽ മുത്തമിട്ടു. അതോടെ അദ്ദേഹത്തെ വിമർശിച്ചവരുടെ നാവുകൾ എന്നേക്കുമായി നിശബ്ദമായി. ഫുട്ബോൾ എന്ന കളിയേക്കാൾ വലിയൊരു വികാരമായി ലയണൽ മെസ്സി അവിടെ മാറുകയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ 39ാം വയസ്സിലും റെക്കോർഡുകൾ ഓരോന്നായി മറികടന്ന് ഇന്റർ മിയാമിയിലും അർജന്റീന ദേശീയ ടീമിലും മെസ്സി തന്റെ വിസ്മയ തുടിപ്പ് തുടരുകയാണ്. ഇന്ന് അവനു വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായ ഒരു സൈന്യം തന്നെ സജ്ജമാണ്. അതാണ് ടീം അർജന്റീന. നിങ്ങളും ഒരു മെസ്സി ഫാൻ ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സി നിമിഷം താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.